ഫ്രണ്ട്സ്, അപ്പോൾ ഒരു സൈറ്റിൽ എക്സോസ് ഫാൻ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് നമ്മൾ പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ചെന്ന വഴിക്ക് കണ്ട കാഴ്ച പറഞ്ഞാൽ എക്സോസ് ഫാനിന് ചെറിയൊരു മൂളക്കം മാത്രമേ ഉള്ളൂ. അത് കറക്കി വിടുന്ന സമയത്ത് കറങ്ങുന്നുണ്ട്, പക്ഷേ അതിനുള്ള പവർ വരുന്നില്ല. ബാക്കത്തെ ഷട്ടറോ കാര്യങ്ങളൊന്നും തുറക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്ത് തിരിച്ച് ഓൺ ആവുന്നില്ല കേട്ടോ, പിന്നെയും കറക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു കപ്പാസിറ്റർ വരുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞത് ഇത് മാറ്റുക, പുതിയത് വെക്കാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കട്ടെ സാർ, ഇതൊക്കെ റിപ്പയർ ചെയ്യാൻ പറ്റണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്താണ്. അപ്പോൾ നമ്മളിത് 2 സ്ക്രൂ വരുന്നുണ്ട്, കോർണറിലാണ് വരിക. അത് നേരെ ഊരി എടുത്ത വഴിക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്ക്വയർ 1 MFTയുടെ കപ്പാസിറ്ററാണ് വരിക കേട്ടോ. ഇത് അധികം നമുക്ക് ഇലക്ട്രോണിക്സ് കടയിലാണ് കിട്ടുക, ഇലക്ട്രിക് കടയിൽ കിട്ടില്ല. ഇലക്ട്രിക് കടയിൽ കിട്ടുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് നമ്മൾ പോയി വാങ്ങിക്കൊടുത്തിട്ട് നേരെ അതേപോലെ അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ എക്സോസ് ഫാനൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കിട്ടും. അതാണ് നമ്മൾ ഊരെടുത്ത 1 MFTയുടെ കപ്പാസിറ്റർ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 23 റുപ്യാണ് എനിക്ക് വന്നത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ 1500 മുടക്കേണ്ട സ്ഥലത്ത് 23 റുപ്യ മുടക്കിക്കൊണ്ട് ഈ എക്സോസ് ഫാൻ ശരിയായി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ചെയ്യാം.